നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ 3 ദിവസം മാത്രം ശേഷിക്കും. 3 ദിവസം യഥാർത്ഥത്തിൽ ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച ആവുന്നുണ്ട്. ശനി, ഞായർ, തിങ്കൾ രാവിലെ. മൂന്നാം ദിവസം ഈ സമയമാകുമ്പോൾ അതിന്റെ ആവേശം അത് ആരംഭിക്കും അല്ലേ? അത് 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ 8 മണിയാവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ അന്ന് ഇപ്പോഴും ഇത്ര ഉണ്ടാവുള്ളൂ, അപ്പോഴും ഉണ്ടാവുള്ളൂ. കുട്ടിയും കിഴിച്ച് മുന്നണികൾ എക്സിറ്റ് പോളുകൾ, ഞാൻ ഇപ്പൊ എന്തോ പറഞ്ഞ പോട്ടെ, എക്സിറ്റ് പോളുകൾ കൂടി അനുകൂലമായതോടെ UDF ക്യാമ്പ് ആവേശത്തിലാണ്. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഭരണത്തിലെത്താനാകും എന്ന വിലയിരുത്തലാണ് LDF ഉള്ളത്. ഒരു സീറ്റിൽ വിജയിച്ചു കയറിയാലും നേട്ടമെന്ന വിലയിരുത്തലിലാണ് BJP ഉള്ളത്. ശ്രീത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ UDF ക്യാമ്പിന് വലിയ ആവേശം പകർന്നു. അതേസമയം ഇന്നലെ വന്ന ചാണക്യയുടെ പോളുകൾ വരുമ്പോഴേക്കും LDF-നും ഏതെങ്കിലും ആത്മവിശ്വാസത്തിന് കുറവില്ല. BJP 3 മുതൽ 11 സീറ്റ് വരെ എന്ന് പറയുന്ന അവർ പോലും ഒരുപക്ഷെ കരുതാത്ത ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറൊക്കെ ഹങ്ങാണെങ്കിൽ ഞങ്ങൾ നിർണായക ശക്തിയാകുമെന്ന അവരുടെ വൈൽഡ് സ്വപ്നങ്ങൾക്ക് അടുത്തേക്ക് വരുന്നുണ്ട് ചാണക്യ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച 8 മണി മുതൽ തുടങ്ങുന്ന വോട്ടെണ്ണലിൽ സർപ്രൈസ് ഫാക്ടർ, സസ്പെൻസ് ഫാക്ടർ തരംബിന് കുറവില്ല അല്ലേ ശ്രീത്? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇനി 3 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത്. 3-ാം നാൾ ആരാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന ആകാംക്ഷയിലാണ് കേരളം. കാരണം 2 പ്രധാനപ്പെട്ട മുന്നണികൾക്കും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനത്തിലെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് LDF-ഉം UDF-ഉം. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും തങ്ങൾക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാര തുടർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രിയായി ഏറെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ആനുകൂല്യത്തിൽ വീണ്ടും 3-ാം ഭരണം പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് LDF ക്യാമ്പിലുള്ളത്. എന്നാൽ LDF ക്യാമ്പിൽ ആശങ്കയുള്ളവരും ചെറുതല്ല. കാരണം ഈ പൊതുവിൽ ഉള്ള അന്തരീക്ഷം മുന്നണിക്ക് അനുകൂലമല്ല എന്ന് കരുതുന്ന നേതാക്കളും LDF-നകത്തും CPIM-നകത്തുമുണ്ട്. എന്നാൽ UDF ക്യാമ്പ് ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം 10 കൊല്ലത്തെ അധികാരത്തെ നഷ്ടത്തിന് ശേഷം, അധികാരത്തിന് പുറത്തു നിന്ന ശേഷം മടങ്ങി വരാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. അതിന് ഒന്നുകൂടി കരുത്തു പകരുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 90 സീറ്റുകൾ വരെ നേടി അധികാരത്തിലേക്ക് വരാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് UDF നേതൃത്വം പൊതുവിൽ പങ്കുവെക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചയും മന്ത്രി ചർച്ചയും സ്പീക്കർ ചർച്ചയും ഒക്കെ സമാന്തരമായി UDF ക്യാമ്പിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു. ലീഗിന്റെ പിന്തുണ ഇന്നലെ VD സതീശന് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളും കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് വിലക്കുള്ളതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പേർ പ്രതികരണങ്ങളുമായി രംഗത്ത് വരാത്തത്. BJP ആകട്ടെ സംസ്ഥാനത്ത് 2016 ശേഷം വീണ്ടും അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട്. പല സർവേകളും അവർക്ക് 14 സീറ്റ് വരെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 3 സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമം മണ്ഡലമാണ്. നേമം കൂടാതെ കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട്, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം തുടങ്ങിയ സീറ്റുകളിലും BJP ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തുന്നു. എന്തായാലും ആഷ്മി സൂചിപ്പിച്ച പോലെ വോട്ടെണ്ണുമ്പോൾ സസ്പെൻസുകൾ ഏറെയായിരിക്കും. 71 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് ആരെത്തും എന്ന ആകാംക്ഷ അവസാന നിമിഷം വരെ ഉണ്ടാകും. എന്തായാലും ആ നിമിഷത്തിനായി കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.